ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബറിയൽ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ വൺ ലൈൻ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. 1945 ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ അവർ അധികാരം കൊള്ളുന്ന ആ ഒരു സമയത്ത് കാടിനുള്ളിലൂടെ ഒരു 4 പേര് ഒരു പെട്ടിയും തൂക്കി പോകുന്നു. അതുമല്ല, അവർ പോകുന്ന വഴിക്ക് രാത്രിയായി കഴിഞ്ഞാൽ ഈ ഒരു പെട്ടി ഒരിക്കലും വെളിയിൽ വെക്കാതെ അത് കുഴിച്ചു മൂടിയാണ് വെക്കുന്നത്. പകൽ സമയങ്ങളിൽ മാത്രമേ ആ ഒരു പെട്ടി പുറത്തെടുക്കുന്നുള്ളൂ. വീണ്ടും അടുത്ത ദിവസം ആകുമ്പോൾ ആ ഒരു പെട്ടി മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും അത് കൊണ്ടുപോവാട്. എന്ത് സംഭവിച്ചാലും രാത്രി ആ ഒരു പെട്ടി ഒരിക്കലും വെളിയിൽ വെക്കത്തില്ല. അങ്ങനെ ആ ഒരു പെട്ടിക്കുള്ളിൽ എന്താണ്, ഇതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മിസ്റ്ററിയോടെ നമുക്ക് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. ഓക്കെ, ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി എന്തായാലും ഈ ഒരു മൂവി കാണണമെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി വെച്ചേക്കുക. എന്നാലേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു വീടിനകത്ത് വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശി അവർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഇപ്പൊ അവരാണെങ്കിലോ TV കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വീട്ടിലൊരു ചെറിയ നായ്ക്കുട്ടിയുണ്ട്. അത് പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് മൂത്രമെല്ലാം ഒഴിച്ച് അത് കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറാൻ പറ്റാതെ അത് വെളിയിൽ നിന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട ആ ഒരു മുത്തശ്ശിയാണെങ്കിലോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു നായനെ എടുത്ത് അകത്തേക്ക് വരുന്നു. പക്ഷേ അവരകത്തേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഡോറിൽ വെച്ചിരിക്കുന്ന ആ ഒരു കീ എടുക്കാനായിട്ട് മറന്നുപോയി. എന്നിട്ട് ഇവർ നായനെയും കൊണ്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ ഡോറിനടുത്ത് ആരോ നിൽക്കുന്നത് പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോറ് തുറന്ന് മുഖംമൂടിയെല്ലാം ഇട്ട ഒരുത്തൻ അകത്തേക്ക് കയറി വന്ന് ഓരോ റൂമായിട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും പുറകിലൂടെ നമ്മുടെ ഈ ഒരു മുത്തശ്ശി വന്നിട്ട് ഒരു ഷോക്ക് കൊടുക്കുന്ന മെഷീൻ ഉണ്ട്. അത് അവന്റെ കഴുത്തിലേക്ക് വെക്കുന്നതും അവന്റെ ബോധം പോയി താഴെ വീഴുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ കൈ ഇപ്പോൾ വിലം കിട്ട് വെച്ചേക്കാണ്. അപ്പൊ അവനായാലും പെട്ടെന്ന് ബേളം വെക്കുന്നുണ്ട്, എന്നെ അഴിച്ചു വിടുന്നല്ല പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഒരു മുത്തശ്ശി നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിൽ എന്തോ ഒരു പച്ച കുത്തിയിട്ടുണ്ട്. വേറൊന്നല്ല, ഈ ഒരു ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആ ഒരു പച്ച കുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹിറ്റ്ലർ മരിച്ചിട്ട് തന്നെ ഏകദേശം 60-70 വർഷമായി. എന്നിട്ടും അവനെ സപ്പോർട്ട് ചെയ്ത് നീ ഇങ്ങനെ മണ്ടനെ പോലെ നടക്കുന്നു, നിന്നെ എന്തായാലും പോലീസിനെ വിളിച്ചു കൊടുക്കും. ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനായിട്ട് വരുന്ന ആ ഒരു സമയത്താണ് ആ ഒരു മുട്ട വെട്ടെന്ന് ഈ ഒരു മുത്തശ്ശിയോട് പറയുന്നത്, നിങ്ങളുടെ പേര് അന്ന എന്നാണ്, നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നീ ബെർലിനിലെ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിയാമെന്നും കൂടി പറയുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശി ആയാലും പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് പറയുന്നത്, അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്. 2ാം ലോക യുദ്ധം കഴിയുന്ന സമയത്ത് കാടിനുള്ളിലുള്ള അവിടെയുള്ള ആ ഒരു ബങ്കറിൽ നിന്നും ഒരു വിചിത്രമായിട്ടുള്ള പെട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടിയായതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി അവിടെ നിന്നും റഷ്യയിലുള്ള മാസ്കോ വരെയും രഹസ്യമായിട്ട് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ആ ഒരു പെട്ടി കൊണ്ടുപോകുന്ന ആ ഒരു മിഷനിൽ നിന്നും ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അത് നിങ്ങളാണ്. അവിടെ എന്താണ് സംഭവിച്ചത്, ആ ഒരു സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ആ ഒരു മുത്തശ്ശിയായാലും പെട്ടെന്ന് എന്തോ ഒരു ചെറിയ സാധനം ഇങ്ങനെ എടുത്തിട്ട് ദേ ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞ് അത് കൊണ്ടുവന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ഒറ്റ ഊത്. അപ്പോഴേക്കും അതിൽ നിന്ന് എന്തോ ഒരു പുക അവന്റെ മൂക്കിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ അത് എന്ത് പൊടിയാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അവന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെയല്ല, അവൻ എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാനും കഴിയും, പക്ഷേ റിയാക്ഷൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ആ ഒരു മുത്തശ്ശി പറയുന്ന കാര്യം മാത്രം അവനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു മുത്തശ്ശി 50 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു സ്റ്റോറി ഇപ്പൊ പറയുന്നത്. 2ാം ലോക യുദ്ധം അതിന്റെ അവസാന സമയത്ത് റഷ്യക്കാരെ ബെർലിനെ തോൽപ്പിക്കുന്ന ആ ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവർ ഈ ഒരു റഷ്യൻ ആർമിയിലെ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതുമല്ല, ഈ ഒരു യുദ്ധത്തിന്റെ അവസാന സമയത്ത് ഇവരൊരു പെട്ടി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെട്ടി ആരും അറിയാതെ റഷ്യയിലുള്ള മാസ്കോയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മിഷൻ ഇവർക്ക് ഏൽപ്പിക്കുകയാണ്. അതുപോലെ ഇവരുടെ കൂടെ വേറെ 2 ആർമിക്കാരും കൂടിയുണ്ട്. അതുപോലെ ഈ ഒരു പെട്ടി ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതൊരിക്കലും ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നും ഒരു 50 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ഗ്രാമമുണ്ട്. അവിടേക്ക് മറ്റാരും അറിയാതെ സീക്രട്ട് ആയിട്ട് ഈ ഒരു പെട്ടി കൈകൊണ്ട് തന്നെ തൂക്കിയെടുത്തിട്ട് പോകണം. അങ്ങനെ അവിടെ ചെന്നിട്ട് മറ്റൊരു ടീമുമായിട്ട് ചേർന്ന് അവിടെ നിന്ന് ട്രെയിനിൽ ഈ ഒരു പെട്ടി മാസ്കോയിലേക്ക് കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത്രയും ദൂരം പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും ഒരു ദിവസം എടുക്കും. ഇതെങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു ആർമി ഓഫീസർ പറയുന്നത്, ഈ ഒരു പെട്ടിക്കുള്ളിലുള്ളത് ഒരു ടൈം ബോംബ് പോലെയാണ്, ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കാം, അതുകൊണ്ട് സമയം താമസിച്ചാലും കുഴപ്പമില്ല, എന്തായാലും ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ ആ ഒരു പെട്ടി ഇപ്പോൾ വണ്ടിയിൽ കയറ്റാണ്. അതുമല്ലാതെ ഈ ഒരു പെട്ടി ഇപ്പോൾ രഹസ്യമായിട്ട് അവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് തന്നെ സ്റ്റാലിനാണ്. റഷ്യയിൽ ആ ഒരു സമയത്ത് മന്ത്രിയായിട്ടിരുന്ന ജോസഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ഇവരായാലും ആ ഒരു പെട്ടി വണ്ടിയിൽ വെച്ചിട്ട് ഈ ഒരു ഗ്രാമം വിട്ട് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല, ഈ ഒരു പെട്ടിക്കുള്ളിൽ എന്താണെന്ന് പോലും അറിയാതെ ഇവരുടെ കൂടെ വേറൊരു 4 പേരും കൂടിയുണ്ട്. അവർ 4 പേരും ഈ ഒരു വണ്ടിയുടെ പുറകെ തോക്കും പിടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവർക്ക് എത്താന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ തന്നെ 2 ദിവസം കഴിഞ്ഞു. അതുമല്ലാതെ ഇവർ രാത്രി എത്തുന്ന സ്ഥലത്ത് എവിടെയാണോ
അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് ആ ഒരു പെട്ടി കുഴിക്കുള്ളിൽ മൂടി വെക്കും. അങ്ങനെ ഓരോ രാത്രിയും ഇതുപോലെ തന്നെ ചെയ്ത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ആ ഒരു പെട്ടി കുഴിയിൽ നിന്ന് തോണ്ടിയെടുത്ത് വീണ്ടും ഇവരുടെ യാത്ര ഇങ്ങനെ തുടങ്ങാണ്. അങ്ങനെ പോയി ഇപ്പൊ ഏകദേശം ഒരു 4-5 ദിവസമായി. അങ്ങനെ ഒരു ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പോൾ രാത്രിയിൽ ഉറക്കം വരുന്നില്ല. ആ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്കും അവളെ പോലെ തന്നെ ഉറങ്ങാതെ മറ്റൊരു സോൾജർ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ ഹീറോയിൻ അയാളോട് ചോദിക്കും, അങ്ങനെ ഈ ഒരു പെട്ടിക്കുള്ളിൽ എന്താണുള്ളത്, അതുമല്ല എല്ലാ രാത്രിയിലും അത് കുഴിച്ചിടേണ്ട ആവശ്യം എന്താണ്? പക്ഷെ അതിന് മറുപടി നമ്മുടെ ഹീറോയിൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിനക്കെന്തിനാ തോർ എന്നുള്ള ആ ഒരു പേര് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഒരു യുദ്ധ സമയത്ത് പെട്ടെന്ന് ശത്രു സൈന്യത്തിലെ ഒരാള് ഇവരുടെ അതിർത്തിക്കുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും തോക്ക് ഉപയോഗിക്കാൻ കഴിയാതെ കയ്യിലുള്ള ഒരു ചുറ്റിയിലെടുത്തുകൊണ്ട് വന്ന് അവനെ അടിച്ചങ്ങ് കൊല്ലും. അത് കാരണമാണ് ഇവന് തോർ എന്നുള്ള ഒരു പേര് കൊടുത്തത്. അങ്ങനെ ഇതുപോലെയുള്ള 1-2 കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞതിന് ശേഷം അന്ന് രാത്രി പിന്നെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ ഒരു കുഴി തോണ്ടി വീണ്ടും പെട്ടിയെടുത്തിട്ട് ഇവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങാണ്. അങ്ങനെ ഒരുപാട് ദൂരം പോയിട്ട് ഇപ്പോൾ അവസാനം ജർമ്മനിയുടെ ആ ഒരു ബോർഡർ കഴിഞ്ഞ് പോളണ്ട് നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇവരൊരു കാടിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു വണ്ടി ആയാലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡെല്ലാം ആകെ ചെളിയായിട്ട് കിടക്കുകയാണല്ലോ. അതിലെ ഈ ഒരു വണ്ടിയുടെ ടയർ അങ്ങ് ചെളിയിൽ താഴ്ന്നു പോകും. അങ്ങനെ വണ്ടിയിലുള്ള എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ആ ഒരു വണ്ടി ഒരു വിധത്തിൽ തള്ളി ആ ഒരു ചെളിയിൽ നിന്നും കരയിലേക്ക് കയറ്റുന്ന സമയത്താണ് ഈ റോഡിന്റെ 2 വശങ്ങളിലായിട്ട് നോക്കുമ്പോൾ ഒരുപാട് സോൾജേഴ്സ് അവിടെ മരിച്ചു കിടക്കുന്നു. ഇത് കാണുമ്പോൾ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വണ്ടി ഒരു വിധത്തിൽ തള്ളി ഇവരിപ്പോ മറ്റൊരു വശത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു മഴയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവാറായി. അതിനു മുന്നേ തന്നെ അടുത്ത ആ ഒരു നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലേ അവസാനത്തെ ആ ഒരു ട്രെയിനെങ്കിലും പിടിക്കാം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ 2 ക്യാപ്റ്റന്മാരുണ്ട്. അതിലൊരാൾ വന്നിട്ട് പറയും, സാർ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ മെയിൻ ക്യാപ്റ്റൻ പറയും, ഇല്ല എന്തായാലും ആ ഒരു ഗ്രാമം എത്താറായി, എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെയിൻ പിടിച്ച് പോവാന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബുള്ളറ്റ് ഈ ഒരു ക്യാപ്റ്റന് നെറ്റിയിലേക്ക് കയറുന്നതും ഇവരെല്ലാവരും പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പോ ഫയർ ചെയ്യാൻ വേണ്ടി തോക്കെല്ലാം എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അതുമല്ല ആ ഒരു ബുള്ളറ്റ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് അതെന്തായാലും ഒരു സ്നൈപ്പറാണ്, എവിടെയോ ഒളിച്ചിരുന്നാണ് ഇവരെ ആക്രമിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും ഒരാള് കറങ്ങിപ്പോയിട്ട് ആ ഒരു സ്നൈപ്പറിനെ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുത്തൻ ഇവരുടെ ടീമിൽ നിന്നും പതിയെ കറങ്ങി ആ ഒരു സ്നൈപ്പർ എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സ്നൈപ്പറിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അത് ജർമ്മൻകാരനാണോ എന്ന് നോക്കുമ്പോഴത്തേക്കും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്തിട്ട് അതിലെന്തോന്ന് എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ഇവൻ വെയർവോൾഫാണ്. എന്ന് വെച്ചാല് ജർമ്മൻ നാട്ടിലെ ഈ ഒരു സൈന്യത്തിലെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് ഇവര്. അല്ല അവർക്ക് ഇവിടെ എന്താണ് ജോലി എന്നുള്ള രീതിയിൽ ഇവർ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ശരി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ആ 2ാമത്തെ ക്യാപ്റ്റൻ പെട്ടെന്ന് പറയും, നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചു, അദ്ദേഹത്തിന് ഇവിടെ കുഴിച്ചിട്ട് നല്ല ഇതിലൊരു ചടങ്ങ് നടത്തിയിട്ട് നമുക്ക് പോയാൽ മതി എന്നിങ്ങനെ പറയും. അപ്പൊ അതിനൊന്നും സമയമില്ലാന്ന് ഹീറോയിൻ പറയുമ്പോഴും അയാൾക്കതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ജർമ്മൻ സൈനികൻ മരിച്ചു കിടക്കുന്നു, അയാൾക്കൊരു ചടങ്ങ് ചെയ്തിട്ട് പോയാൽ പോരെ എന്നുള്ള രീതിയിൽ ഇപ്പോൾ 2ാമത്തെ ക്യാപ്റ്റൻ ഈ ഒരു ടീമിലെ മെയിൻ ക്യാപ്റ്റനായിട്ട് മാറിയിട്ട് അവിടെ കുഴി എടുക്കാനായിട്ട് ഇങ്ങനെ പറയാണ്. എന്തായാലും ഇവർ ആ ഒരു സൈനികൻ അടക്കം ചെയ്യാനായിട്ടുള്ള കുഴി എടുക്കുമ്പോഴത്തേക്കും രാത്രിയാവും. അതിനു മുന്നേ ഈ ഒരു പെട്ടി എന്തായാലും കുഴിച്ചിടണമെന്നും പറഞ്ഞ് നമ്മുടെ തോർ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവനോട് ഒരു കുഴി എടുക്കാൻ പറയും. അങ്ങനെ 2 ടീമായിട്ട് പിരിഞ്ഞ് ഒരു കുഴി നമ്മുടെ ക്യാപ്റ്റനും ഒരു കുഴി പെട്ടിക്കുമായിട്ട് എടുത്ത് നമ്മുടെ ക്യാപ്റ്റനെ അവിടെ അടക്കം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പെട്ടി ഉണ്ടല്ലോ അതും അവിടെ കുഴിച്ചിട്ട് ഇനിയിപ്പോ രാത്രി എന്തായാലും ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാം എന്നും പറഞ്ഞ് എല്ലാവരും ഇരിക്കുമ്പോൾ ഇപ്പൊ അവരുടെ ആ ഒരു ക്യാപ്റ്റൻ അയാളിപ്പോ കൂട്ടത്തിലുള്ള 3 പേരെ തോക്കുമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ അടുത്തുള്ള ഗ്രാമത്തിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല അതിലും പ്രധാനം നമുക്ക് ഈ ഒരു പെട്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ പറയുമ്പോൾ അയാൾ കേൾക്കുന്നില്ല. പെട്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടില്ലേ നിങ്ങൾ 4 പേരുള്ളത്, ഞങ്ങൾ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് അവന്മാർ അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഹീറോയിന് നല്ലതുപോലെ അറിയാം. വേറെ ഒന്നുമല്ല, ഈ ഒരു യുദ്ധസമയത്ത് ഗ്രാമങ്ങളിൽ അധികം ആളുകളൊന്നും ഉണ്ടാവത്തില്ല. ആ ഒരു സമയത്ത് അവിടെയുള്ള സ്ത്രീകളെല്ലാം പോയിട്ട് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂമാർ പോകുന്നത്. ആ ഒരു സമയത്ത് അങ്ങനെയാണ് ഒരുപാട് പട്ടാളക്കാരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവന്മാർ ഇവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ഹീറോയിന് ഒട്ടും സഹിക്കുന്നില്ല. അവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇവിടെ ഇത്രയും വലിയൊരു മിഷൻ ചെയ്ത് തീർക്കാനുണ്ട്, അതിനിടയിൽ ഇവൻ എവിടേക്കാ പോകുന്നത്, എന്ത് പ്രശ്നമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോഴേക്ക് ഇത് കേട്ട് നമ്മുടെ തോറാണെങ്കിൽ പറയും, ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ ആ ഒരു തോക്ക് കൊടുത്ത് ഇപ്പൊ അവരുടെ പുറകെ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയ ആ ഒരു 4 പേരുണ്ടല്ലോ അവര് 4 പേരും ഇപ്പൊ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആകെ ഒരു 4-5 വീട് മാത്രമേ ഉള്ളൂ. അതുമല്ല ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടേക്ക് ചെന്നിട്ട് ഡോർ തട്ടുമ്പോൾ അവർ പറയും ഹോട്ടലിൽ മൂടിയെന്ന്. പക്ഷേ ഇവന്മാരതൊന്നും കേൾക്കാതെ അതിനകത്തേക്ക് കയറാണ്. കാരണം അതിനകത്തൊരു പെണ്ണുണ്ട്. അങ്ങനെ ഇവന്മാരായാലും അകത്തേക്ക് കയറി 4 പേരും മദ്യമല്ല ഇങ്ങനെ കുടിച്ചു തീർക്കാണ്. ഇവൾക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതുപോലെ ഇവന്മാര് പറയുന്നുണ്ട് അതുണ്ടായിക്കൊണ്ടുവാ ഇതുണ്ടായിക്കൊണ്ടുവാ എന്നുള്ള രീതിയിൽ അവളിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്.
വേറെ വഴിയില്ലാതെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവള് നേരെ കിച്ചണിലേക്ക് കയറിപ്പോവും. ആ ഒരു സമയത്ത് അവിടെയുള്ള ജനാലയിലൂടെ ആരോ ഒരാൾ ഉള്ളിലേക്ക് നോക്കുന്നത് ഇവള് കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് അവള് പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവളുടെ പുറകെ ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ അവനിങ്ങനെ വരുന്നു. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ പോയതിനു ശേഷം തോറിനോടൊപ്പം ഇരിക്കുന്ന ബാക്കി രണ്ടുപേര് അവര് രണ്ടുപേരും ഇപ്പൊ തോറിനോട് ചോദിക്കും, അല്ല ആ ഒരു തോക്കിൽ കണ്ട സിമ്പിൾ വെച്ചിട്ട് അത് വെയർവൂൾഫ് ആണെന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ, അതെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ്, കാരണം ഇപ്പൊ ചോദിച്ചവൻ ആർമിയിൽ ആദ്യമായിട്ടാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഹിറ്റ്ലർ ചെറുപ്പക്കാരനായിരിക്കുന്ന ആ ഒരു സമയത്ത് അവന്റെ കൂടെ കാട്ടിനുള്ളിലെ ഒരുപാട് ആയുധങ്ങളായിട്ട് ചുറ്റി നടന്ന ഒരു ഗ്രൂപ്പാണ് ഇവര്. അവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാല് മരണം വരെയും അവര് തോൽക്കാൻ തയ്യാറായിരിക്കത്തില്ല. അങ്ങനെയുള്ള കൊടൂരമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അവര്. അതുകൊണ്ടാണ് അവർക്ക് വെയർവൂൾഫ് എന്ന് പേര് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കഥയെല്ലാം ഇവര് പറയുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നു. അങ്ങനെ അവിടെയുള്ള ഓരോ വീടുകളും കയറി നോക്കുമ്പോഴത്തേക്കും ഒരിടത്ത് ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഹീറോയിൻ ആയാലും ഓടി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു തൊഴുത്തിൽ വെച്ചിട്ട് ആ ഒരു ഹോട്ടലിലെ പെണ്ണിനെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഒരു ടീം ക്യാപ്റ്റൻ. ഇത് കണ്ട ഹീറോയിൻ തോക്കുമായിട്ട് അകത്തേക്ക് വരുന്നതും ആ ഒരു പെണ്ണ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോവും. ഇത് കാരണം ആ ഒരു ക്യാപ്റ്റന് ദേഷ്യം വന്ന് ഹീറോയിനെ ഒരു ഒറ്റയടി. അതുമല്ല ദേഷ്യം വന്ന അവനാണെങ്കിലോ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് പിടിച്ച് കിടത്തിയിട്ട് അവളെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഹീറോയിൻ വെറുതെ ഇവിടോ തല കൊണ്ടുവന്ന അവന്റെ മൂക്കിലേക്ക് ഒരു ഒറ്റയിടി, മൂക്ക് പൊട്ടി ചോര വരുന്നതും അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണ് ഇരുട്ടിൽ നിന്നും ഇപ്പൊ മറ്റൊരുത്തും തോക്കുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരും. ഇത് കണ്ട നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പിസ്റ്റൾ എടുത്തിട്ട് അവന്റെ നേർക്ക് നീട്ടിയിട്ടാണ് ചോദിക്കുന്നത്, നീ ജർമ്മൻകാരനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവനൊരു പോളണ്ടുകാരനാണ്. അല്ല നീ എന്തിനാ ഇപ്പൊ തോക്കുമായിട്ട് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയൽക്കാരനാണ്, ഈ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേട്ടാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇവര് സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ നിന്നും വെളിയിൽ ഈ തോക്ക് ഫയർ ആവുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇവരെല്ലാവരും ഓടി വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ഹോട്ടലിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് മുഴുവനായിട്ട് പുക. അതുമല്ല ഈ ഒരു ക്യാപ്റ്റൻ കൂടെ കൊണ്ടുവന്ന 3 പേരുണ്ടല്ലോ, അവര് 3 പേരും അവിടെ മരിച്ചു കിടക്കാണ്. സോറി, അതിൽ ഒരുത്തൻ മരിച്ചിട്ടില്ല, ഒരുത്തൻ മയങ്ങി കിടക്കാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ചെന്നിട്ട് അവനെ വിളിക്കാണ്ട് ശ്രമിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ക്യാപ്റ്റന്റെ നേരെ ഇങ്ങനെ നീട്ടും. അപ്പം പറയും, ഹേയ് ഞാൻ ക്യാപ്റ്റനാണെന്നും പറഞ്ഞിട്ട് ഓക്കെ ഇവിടെ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് പുക, വിഷപ്പുകയാണെന്ന് പറയുമ്പോൾ ഇത് കണ്ട ആ ഒരു അയൽക്കാരനുണ്ടല്ലോ അവൻ പറയും, ഇത് വെയർവൂൾഫിന്റെ പണിയാണ്. അല്ല വെയർവൂൾഫിനെ പറ്റി നിനക്കെങ്ങനെ അറിയാം? അവര് വർഷങ്ങളായിട്ട് ഈ ഒരു കാടിനകത്തും നഗരത്തിനകത്തും ഒളിച്ചിരുന്ന് മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നുണ്ട്. അവരാണ് കാട്ടിലുള്ള ഈ ഒരു പ്രത്യേകതരം ചെടി അത് കത്തിച്ച് ഈ വിഷപ്പുകയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ബോധം ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ആ ഒരു പോളണ്ടുകാരൻ പറയുമ്പോൾ ഇത് കേട്ട ക്യാപ്റ്റൻ പറയും, ഇതെല്ലാം നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീയും ആ ഒരു ടീമിൽ ആരെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇത് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് തടയും. എന്നിട്ട് ഹീറോയിൻ പറയും, ഇതിനെല്ലാം കാരണം നീയാണ്, ആ ഒരു പെട്ടി വിട്ട് ഇവിടേക്ക് വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇനി 3 പേരും കൂടി ആ ഒരു കാടിനകത്തുണ്ട് എന്നുള്ള കാര്യം ഇവരപ്പോഴാണ് ഓർക്കുന്നത്. അതുകൊണ്ട് അവരെ ഈ ഒരു വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചോടുന്ന സമയത്താണ് കാടിനകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ തോറിനെ മാത്രം ഇരുത്തിയിട്ട് ബാക്കി 2 പേരും കിടന്ന് ഉറങ്ങാൻ പോവാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു കാട് മുഴുവനായിട്ടും പുക കൊണ്ട് നിറയുന്നു. ഇത് കണ്ട നമ്മുടെ തോറാണെങ്കിലും 2 പേരെ എഴുന്നേൽപ്പിച്ചിട്ട് തോക്കും എടുത്ത് ചുറ്റിനിങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു പുകയുടെ ഇടയിൽ നിന്നും ആരോ ഒരാളിങ്ങനെ ഓടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. അപ്പൊ ഇത് കണ്ട് 3 പേര് ഇപ്പോൾ 3 വശങ്ങളിലായിട്ട് ഇങ്ങനെ പോവാണ്. അത് ഈ ഒരു ആർമിയിൽ പുതുതായിട്ട് ചേർന്ന് വരുത്തുന്നുണ്ടല്ലോ, അവനിപ്പോ എല്ലായിടത്തും ചുറ്റി നടന്ന് ഒരിടത്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പുകയ്ക്കുള്ളിൽ നിന്നും എന്തോ ഒരു ജീവി പതിയെ എഴുന്നേൽക്കുന്നത് പോലെ. അതുപോലെ ഇവനെ കണ്ട ഉടനെ പെട്ടെന്ന് അവ ഓടുകയും ചെയ്യുന്നു. ഇവിടെ നമ്മളെ തോറിനെ കാണിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ തോറാണെങ്കിലോ ഒരു മരത്തിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ ആ മരത്തിന്റെ പുറകിലായിട്ട് ഒരു മുട്ട എന്നെ നിൽക്കുന്നത് പോലെ. അങ്ങനെ തോറായാലും പതിയെ നടന്ന് അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ആ ഒരു മുട്ട അടുത്തേക്ക് വന്നിട്ട് എന്നെ രക്ഷിക്കെന്നും പറഞ്ഞ് അടുത്തേക്ക് വന്ന് പെട്ടെന്ന് അവനെ കാണാനില്ല. ഷടാ ഇവനവിടെ പോയി. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു മാസ്ക് ഇട്ടിട്ട് കണ്ണെല്ലാം തിളങ്ങുന്ന രീതിയിലുള്ള ആ ഒരു മാസ്കും എല്ലാം ഇട്ട് ഒരുത്തനിങ്ങനെ നിൽക്കുന്നു. അതുമല്ല തോറാണെങ്കിൽ എന്ത് നടക്കുന്നറിയാതെ അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് ആ ഒരാൾ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി. ഇപ്പോൾ നമ്മുടെ തോർ അവിടെ നിന്ന് പേടിച്ച് ഓടുകയാണ്. ഇവിടെയാണെങ്കിലോ ഒരുത്തനാണെങ്കിലേ കിടന്ന് ഉറങ്ങാണ്. അവനിപ്പോ പതിയെ എഴുന്നേറ്റ് പുകയിൽ നിന്നും ആരൊരാൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്ത് കടിച്ച് അവനെ അങ്ങ് കൊല്ലുന്നു. അതേസമയം ഇവിടെ നമ്മുടെ തോറാണെങ്കിലോ അവിടെ നിന്ന് ഓടി ഓടി ഒരു കുറ്റിക്കാടിനകത്തേക്ക് കയറി ഒളിച്ചിങ്ങനെ ഇരിക്കുന്നതും ആ ഒരു മാസ്ക് ഇട്ട് എടുത്തിട്ടുണ്ടല്ലോ അവനിപ്പോ ഇവിടേക്ക് വന്ന് ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അതേസമയം ഈ ഒരു ആർമിയിൽ പുതുതായിട്ട് ചേർന്ന അവനാണെങ്കിലോ തോക്കം കൊണ്ട് ഇവർ ആ ഒരു തീ കൂട്ടി അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഒരു ചെന്നായ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ ഇപ്പൊ നേരത്തെ ഒരുത്തനെ കടിച്ചു കൊന്നല്ലോ അവനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്നതും അവൻ പതിയെ മുന്നിലേക്ക് വന്ന് തോക്കുകൊണ്ട് ആ ഒരുത്തനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ ആ ഒരു ക്യാപ്റ്റൻ ഇവരെല്ലാവരും പെട്ടെന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഓടി വന്ന് താഴെ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചിട്ട് ഒന്നുമില്ല പേടിക്കണ്ട, ഈ ഒരു പുക ശ്വസിച്ചത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയെല്ലാം തോന്നുന്നത്, എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ തോറിനെയും അതേപോലെ തന്നെ കൂടെയുള്ള വേറൊരുത്തനുണ്ടല്ലോ അവനെയും അവിടെ കാണാനില്ല.
അതുപോലെ ഇവരുടെ ആ ഒരു ട്രക്കും അവിടെ കാണാനില്ല. അപ്പൊ ഇതുകൂടിയാവുന്നത് നമ്മുടെ ഹീറോയും പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെട്ടി ഇവിടെ നിന്ന് തോണ്ടിയെടുത്ത് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ആ ഒരു ക്യാപ്റ്റൻ പറയും, ഇല്ല നമുക്ക് അവന്മാരെ എതിർത്ത് ഇവിടെ നിന്നും ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ഹീറോയും പറയും, അതിനൊന്നും ഇപ്പൊ സമയമില്ല, ഈ ഒരു മിഷൻ തീർക്കാൻ വേണ്ടി ഈ ഒരു പെട്ടി എവിടെയെങ്കിലും സേഫ് ആയിട്ട് മാറ്റി വെച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാപ്റ്റൻ കൂടെയുള്ള വേറൊരുത്തനുണ്ടല്ലോ അവനോട് പറയും, തോർ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വാ, അവനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവനെ നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഇവർ 3 പേരും ഈ ഒരു പെട്ടി ഇവിടെ നിന്ന് തോണ്ടിയെടുത്ത് അതും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവരവിടെ നിന്ന് പോയതും ഇവർ ആ ഒരു തീ കൂട്ടിയിട്ടിരുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വേറൊരു 5 പേര് വരുന്നു. ഇവരാണ് ആ ഒരു വെയർവുൾഫ്. അപ്പോൾ അതിലുള്ള ആ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് ഇവരോട് പറയും, നമ്മൾ വിചാരിച്ചതിൽ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിലുള്ള ആ ഒരു പെട്ടി കൈകലാക്കി എല്ലാവരെയും കൊല്ലണം. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ തോറിനെ കാണിക്കുമ്പോൾ അവൻ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു പെണ്ണ് നടന്നിങ്ങനെ പോകുന്നു. അപ്പൊ തോർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓടി ചെന്നിട്ട് അവളെ ഇടിച്ച് താഴേക്കിട്ട് ഇപ്പൊ അവളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അവളോട് പറയും, ഇതുപോലെ ഈ ഒരു കാട്ടിൽ നിന്നും എന്റെ ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെ നീ സഹായിക്കണമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഒരിക്കലും ഇവനെ സഹായിക്കത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇവളെയാണ് നേരത്തെ ആ ഒരു ക്യാപ്റ്റൻ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ തോറ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ കാരണം നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, നീ ആ ഒരു ഗ്രാമത്തിലേക്കുള്ള വഴി മാത്രം എനിക്ക് കാണിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവളും വേറെ വഴിയില്ലാതെ നല്ല ദേഷ്യമുണ്ട്. അതോടെ തന്നെ അവനെയും കൂട്ടി ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ടീമാണെങ്കിലോ ആ ഒരു പെട്ടിയും തൂക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു പോളണ്ടുകാരനുണ്ടല്ലോ അവനിപ്പോ ഈ ഒരു പെട്ടി വെക്കാനുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എനിക്കറിയാം എന്ന് പറഞ്ഞ് ഈ ഒരു ഗ്രാമത്തിലുള്ള മറ്റൊരു വീട് കാണിക്കാനായിട്ട് ഇവരെങ്ങനെ കൊണ്ടുപോവാണ്. അതേസമയം അങ്ങനെ ഇവിടെ നമ്മുടെ തോറും ആ ഒരു പെണ്ണ് നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. തോറാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വെയർവുൾഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തരുണ്ടല്ലോ അവരായിരുന്നു അത്. ഇവരാണെങ്കിൽ തോറിനെ കണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവനൊരു വശത്തേക്ക് ചാടും. പക്ഷേ ബുള്ളറ്റ് കൊള്ളുന്നത് പാവ ആ ഒരു പെണ്ണിനെ. അങ്ങനെ അവളാണെങ്കിലും താഴെ മരിച്ചു വീഴുന്ന സമയത്ത് അവൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു വെയർവുൾഫിന്റെ ആളുകൾ വന്നിട്ട് ഇവനെ അങ്ങ് പിടിക്കുകയും ചെയ്യും. അതേസമയം ഇവിടെ ഹീറോയിനും ടീമും ആ ഒരു പോളണ്ടുകാരൻ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ആൾറെഡി 2 പേര് താമസിക്കുന്നുണ്ട്. ഇവര് റഷ്യക്കാരാണെന്ന് കൂടി അറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പറയും, ഇല്ല ഇവരെ ഇവിടെ നിർത്താൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ല ഇവര് നല്ലവരാണ്, എന്തായാലും ഇവരെ നമുക്ക് സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവര് കൊണ്ടുവന്ന ആ ഒരു പെട്ടി ഇപ്പോൾ തൂക്കിയെടുത്ത് അവിടെ ഇങ്ങനെ വെക്കുകയാണ്. അതേസമയം ആ ഒരു പെട്ടിക്കകത്ത് നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ആ ഒരു വീട്ടിലെ ആ ഒരു സ്ത്രീ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. പെട്ടിക്കുള്ളിൽ ഒരു ശവശരീരം കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഈ ഒരു പെട്ടിക്കകത്ത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീടിനകത്ത് നിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ആ ഒരു പെട്ടി ഇങ്ങനെ തുറന്നു കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ശരീരം തുണിയെല്ലാം വെച്ചിങ്ങനെ ചുറ്റി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ ആ ഒരു തുണി മാറ്റുന്നതും ആഹാ അത് വേറെ ആരുടെയും ശരീരമല്ല, മരിച്ചുപോയ ഹിറ്റ്ലറിന്റെ ശരീരം. അപ്പൊ ഇവര് പറയും, ഇല്ല ഹിറ്റ്ലർ ഓടിപ്പോയെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. ഒരിക്കലും അല്ല, ഇല്ല എതിർനാട്ടിൽ പെട്ട് മരണപ്പെടാതെ അയാൾ ഒരു ബങ്കറിനകത്ത് വെച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു. അപ്പൊ ഇത് ഹിറ്റ്ലറിന്റെ ശരീരമാണെന്ന് കൂടി അറിയുമ്പോഴത്തേക്കും ആ ഒരു പോളണ്ടുകാരനുണ്ടല്ലോ അവൻ പെട്ടെന്ന് ആ ഒരു ശരീരത്തിലിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ ഇവര് പറയും, അവൻ ആൾറെഡി മരിച്ചു കഴിഞ്ഞ് ഇനി നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവര് ചോദിക്കും, അല്ല ഇപ്പൊ ഈ ഒരു ശരീരം നിങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ റഷ്യയുടെ പ്രഥമ മന്ത്രിയായിട്ടുള്ള ജോസഫ് സ്റ്റാലിന് ഹിറ്റ്ലറിന്റെ ശരീരം നേരിട്ട് കാണണം, അതിനുവേണ്ടിയാണ് ഇത് ആരും അറിയാതെ രഹസ്യമായിട്ട് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് അയാൾ ഉത്തരവിട്ടിട്ടുള്ളത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഈ ഒരു ശരീരം അവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് കേട്ട ആ ഒരു വീട്ടുകാരാണെങ്കിലോ ഈ ഒരു ശരീരം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് ആപത്ത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതങ്ങ് കത്തിച്ചു കളയാനായിട്ട് പറയാണ്. പക്ഷെ ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല, ഇത് പ്രൈം മിനിസ്റ്ററിന്റെ ഉത്തരവാണ്, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് കേട്ട പോളണ്ടുകാരനായാലും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെട്ടി ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിനു മുന്നേ ഈ ഒരു പെട്ടിയിൽ നിന്ന് ശരീരം പുറത്തേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വീടിന് വെളിയിലായിട്ട് ചെറിയൊരു ഷെഡുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ശരീരം നേരെ ആ ഒരു ഷെഡിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്താണെങ്കിലോ ഒരു രഹസ്യ കഥ കണ്ട് അത് തുറന്ന് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ആ ഒരു പോളണ്ടുകാരനും അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ എന്തിനാണ് ഒളിച്ചിരുന്നെന്നുള്ള കാര്യം ഇപ്പോൾ അവൻ പറയുന്നത്. ഇവൻ ഈ ഒരു നാട്ടിൽ നിന്ന് ജർമ്മൻ സൈന്യം ഇവനെ പിടിച്ചിരുന്നു. എന്നിട്ട് അവന് 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ നീ ജർമ്മൻ സൈന്യത്തിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ കൊല്ലും എന്നിങ്ങനെ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഇവനാണെങ്കിലും ജർമ്മൻ സൈന്യത്തിലേക്ക് ചേർന്ന് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അവരാണെങ്കിലോ പറഞ്ഞ വാക്ക് പാലിക്കാതെ അവന്റെ ഭാര്യനെയും കുട്ടിയെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ കൂടെയുള്ള ആ ഒരു ജർമ്മൻ സൈനികരെ കൊന്ന് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് ഇവിടെ ഒളിച്ച് താമസിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു കഥയെല്ലാം ഇവിടെ പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ തോറിനെ കാണിക്കുമ്പോൾ ആ ഒരു വെയർവുൾഫ് ഉണ്ടല്ലോ അവരിപ്പോൾ അവനെ പിടിച്ച് ഇവരുടെ ആ ഒരു നേതാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ അയാളാണെങ്കിലും ജർമ്മൻ ഭാഷയിൽ ഇവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു പെട്ടി എവിടെയെന്ന്. പക്ഷെ ഇവന് മനസ്സിലാവാത്ത രീതിയിൽ റഷ്യൻ ഭാഷയിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. എത്ര ചോദിച്ചിട്ടും അറിയാത്തതുപോലെ തന്നെ തോറ് സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിലും ദേഷ്യം വന്ന് അവനെ ഒരു ഒറ്റയടി അടിച്ച് താടിക്കിട്ടിട്ടാണ് പറയുന്നത്,
ഇങ്ങനെ ചോദിച്ചാൽ നീ ഒരിക്കലും പറയത്തില്ല, അതുകൊണ്ട് എന്റെ രീതിയിൽ ചോദിക്കാം. ഇതാണ് നിന്റെ അവസാന ചാൻസ് എന്ന് പറഞ്ഞ് ഒരു വലിയ സൂചി എടുത്തുകൊണ്ട് വന്ന് അവന്റെ ചെവിയുടെ അടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ തോറ് അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു സൂചി കൊണ്ടുവന്ന് അവന്റെ ചെവിയിലേക്ക് വെച്ച് അതിങ്ങനെ കുത്താണ്. നോക്കുമ്പോൾ അവന്റെ ചെവിയിൽ നിന്ന് രക്തം വരുന്നുണ്ട്. എന്നിരുന്നാലും അവൻ ഒരക്ഷരം പോലും മിണ്ടത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്നും പറഞ്ഞിട്ട് അടുത്തൊരു സൂചി കൊണ്ടുവന്ന് അവന്റെ കണ്ണിലേക്ക് ഇറക്കാൻ പോവാണ്. എന്നിട്ട് പറയും, നിനക്കിത് ചെറുതായിട്ടേ വേദനിക്കത്തുള്ളൂ, പക്ഷേ നിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ പോവാണെന്ന് പറഞ്ഞ് കുത്താനായിട്ട് വരുന്നതും ഇവരുടെ ടീമിലുള്ള വേറൊരുത്തനെ ഓടി വന്നിട്ട്, സാർ അവരെ കണ്ടുപിടിച്ചു, അവരുടെ സ്ഥലം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇവർ ആ ഒരു സൂചി അവിടെ ഇട്ട് ഇപ്പോ നമ്മുടെ ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അതേ സമയം ഇവിടെ ഇവർ ആ ഒരു ബോഡി ആ ഒരു ഷെഡിനകത്ത് ഒളിപ്പിച്ചു വെച്ച് അത് കഴിഞ്ഞ് വീടിനകത്ത് സേഫായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വെളിയിൽ ആരൊക്കെയോ നടന്നു പോകുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവര് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ വേറെ വൂൾഫിന്റെ ആളുകൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ തോറിനെ അവർ പിടിച്ചു വെച്ചിട്ട് മര്യാദയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങി വരുന്നോ അതോ നിങ്ങളുടെ കൂടെയുള്ള ഇവനെ കൊല്ലണോ? എന്നിട്ട് അവന്റെ തലയിലേക്ക് തോക്ക് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു വിധത്തിലും ഇവർക്ക് പിടികൊടുക്കാൻ തയ്യാറല്ല. പകരം അവളാണെങ്കിൽ തോക്കുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നവനെ എയിം ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയും, എല്ലാവരും തോക്കുമായിട്ട് കതക് ജനലി എല്ലാ വശത്തേക്ക് പോയി നിൽക്ക്, ഒരു കാരണവശാലും അവരകത്തേക്ക് കയറരുത്. അതുമല്ല തോറിന്റെ അടുത്താണെങ്കിൽ രണ്ടുപേരുണ്ട്, ഒരുത്തനെ ഷൂട്ട് ചെയ്താലും മറ്റവൻ അവൻ എന്തായാലും കൊല്ലും. അതുകൊണ്ട് ഒരേ സമയം രണ്ടുപേരെ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ അതേപോലെ തന്നെ കൂടെ വേറൊരുത്തനും ഇവര് രണ്ടുപേരും ആ രണ്ടുപേരെ എയിം ചെയ്ത് തോക്കും വെച്ച് ഇങ്ങനെ നിൽക്കാണ്. ബാക്കിയുള്ളവരാണെങ്കിലോ ആ ഒരു വീടിന്റെ താഴേക്ക് ചെന്ന് ഡോറും ജനാലയെല്ലാം അടച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ തോർ എന്തെങ്കിലും ഒരു സിഗ്നൽ തരുന്നതുവരെ നമ്മളൊന്നും ചെയ്യുന്നില്ല. സിഗ്നൽ തന്നു കഴിഞ്ഞാൽ രണ്ടുപേരെ ഷൂട്ട് ചെയ്യണം. ആ ഒരു സമയത്താണ് തോറിന്റെ അടുത്ത് നിൽക്കുന്നവൻ, ഇത്രയും നേരമായിട്ട് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ആരും വന്നില്ല, അപ്പോൾ നിന്നെ അവർക്ക് വേണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു കത്തി അങ്ങനെ എടുത്ത് അവന്റെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ തോർ കുനിഞ്ഞിരിക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ അവൻ ഇപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി, വേദന എടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും തോർ ചിരിച്ചുകൊണ്ട് തല കൊണ്ടുവന്നിട്ട് അവന്റെ മൂക്കിലേക്ക് ഒരു ഒറ്റയിടി. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നതും ആ ഒരു ലീഡറിന്റെ കഴുത്തിലൂടെ ബുള്ളറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. കഴുത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നില്ല, ആ സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അങ്ങനെ രണ്ട് ടീമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ തോറാണെങ്കിലോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ ഒരു വേർവൂൾഫിന്റെ തലവനുണ്ടല്ലോ അവൻ പറയും, എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത് നിർത്ത്, ഏതെങ്കിലും കാരണവശാലേ ബുള്ളറ്റ് ഹിറ്റ്ലറിന്റെ ശരീരത്ത് കൊള്ളും, അതുകൊണ്ട് ആരും ഷൂട്ട് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരോടും നിർത്താൻ പറയുന്നതും ഇപ്പൊ ഇവരുടെ ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എല്ലാവരോടും വീടിനകത്തേക്ക് കയറാൻ പറയാണ്. അങ്ങനെ അവർ വീടിനകത്തേക്ക് കയറാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോയിനും ടീമും ഇവിടെ റെഡി ആയിട്ട് നിൽക്കല്ലേ. നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ അയാളെ കാണാനില്ല. ഈ മരമണ്ടൻ എവിടെയാ പോയെന്ന് വെച്ചാല് അവൻ പോയി അവരുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് വന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പൊ ആ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് വേർവൂൾഫ് ടീമിനോട് പറയും, ഹിറ്റ്ലറിന്റെ ശരീരം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പോൾ അയാളായാലും അതെ വെറുതെ വിടാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ വീടിനടുത്തൊരു ഷെഡ് ഉണ്ട്, അതിനകത്താണ് ശരീരം എന്നുള്ള ആ ഒരു സത്യം അങ്ങ് പറയും. അതേസമയം ഇവിടെ നമ്മുടെ തോറിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒളിച്ചൊരിടത്തേക്ക് വന്നിരുന്ന അവന്റെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചിട്ട് ഈ ഒരു വേർവൂൾഫിൽ ചേർന്ന വേറൊരുത്തനുണ്ട് അവനെ പിടിച്ച് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അവന്റെ കയ്യിലെ ബാഗിലിരുന്ന ബുള്ളറ്റ് തോക്ക് ഇതെല്ലാം എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. അതേസമയം ഈ ഒരു ക്യാപ്റ്റൻ പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ഷെഡിനടുത്തേക്ക് ഒരുത്തിനെ പറഞ്ഞു വിടുന്നതും അവൻ ഇപ്പോൾ ഓടി ആ ഒരു ഷെഡിനടുത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനും ടീമും അവനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. അപ്പോൾ ഇവർക്ക് കൺഫേം ആയി എന്തായാലും അതിനകത്ത് തന്നെയാണ് ശരീരം ഉള്ളതെന്ന്. അതുകൊണ്ടാണ് ആരെയും അവിടേക്ക് പോകാനായിട്ട് അവർ അനുവദിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശരീരം എത്രയും പെട്ടെന്ന് ആ ഒരു ഷെഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ എന്തായാലും ശരീരം കൊണ്ട് നേരെ ചർച്ചിലേക്ക് പോകാൻ പോവാണ്, നിങ്ങൾ ബാക്കിയുള്ളവരെ ആ ഒരു വീടിനകത്തുള്ള എല്ലാവരെയും കൊന്നിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞ് ഇവര് റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും മറ്റൊരിടത്ത് നിന്നും നമ്മുടെ തോറ് കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് എടുത്ത് ഇവരുടെ അടുത്തേക്ക് ഒരു ഒറ്റ ഏറ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരു വേർവൂൾഫ് അവരുടെ ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നതും ഇവരുടെ കൂടെയുള്ള ഒരുത്തൻ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ക്യാപ്റ്റനെ പിടിച്ച് ബോംബിന്റെ മുകളിലേക്ക് ഇടുന്നതും ഇപ്പൊ ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ക്യാപ്റ്റൻ പല പീസായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു വേർവൂൾഫിന്റെ ക്യാപ്റ്റൻ വേറൊരുത്തനെയും പിടിച്ചിട്ട് നേരെ ഗോഡൌണിനടുത്തേക്ക് ചെന്ന് ഞാൻ പറയുമ്പോൾ ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു വീട് നോക്കി ഷൂട്ട് ചെയ്യുന്നതും ഇവരുടെ കൂടെയുള്ള ദിമിത്രി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ ഒരു ബുള്ളറ്റ് കൊണ്ട് മരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ റെഡി എന്ന് പറയുമ്പോഴത്തേക്കും വെളിയിലേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യണം. നമുക്കിപ്പോൾ വെളിയിലുള്ള ആ ഒരു ഷെഡ് അത് സംരക്ഷിച്ചേ പറ്റുമോ, ആ ഒരു ശരീരം നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ റെഡി 1 2 3 എന്ന് പറഞ്ഞ് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ഒറ്റ ഒരുത്തനെ കാണാനില്ല. ഷെടാ ഇവിടെ പോയെന്നും പറഞ്ഞു ഓടി ആ ഒരു ഷെഡിനടുത്തേക്ക് ചെന്ന് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ അതിനു മുന്നേ തന്നെ ആ ഒരു ശരീരം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആ ഒരു തൂക്കെടുത്ത് അവിടെ പുറകെ പോകുന്നുണ്ട് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ തോർ അവിടേക്ക് വന്ന് ഹീറോയിനെ തടഞ്ഞിട്ട് മതി എല്ലാം അവസാനിച്ചു ഇതോടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അവനെ തള്ളിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അവർ ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ മിഷൻ എന്തായാലും ഫെയിലായി എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തോർ പറയുന്നത്, അവരെവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അത് ഞാൻ ഒളിഞ്ഞു കേട്ടിരുന്നു, അവർ ചർച്ചിലേക്കാണ് പോകുന്നത്.
എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ചർച്ചിലേക്ക് പോയി അറ്റാക്ക് ചെയ്ത് ആ ഒരു ശരീരം കൊണ്ടുവരാന്നുള്ള രീതിയിൽ ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഈ ഒരു ചർച്ചിലേക്ക് വന്ന് അവിടെയുള്ള ബെഞ്ചും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി ഇപ്പോൾ ഹിറ്റ്ലറിന്റെ ശരീരം അവിടെയുള്ള ഒരു ചെയറിലിരുത്തിയിട്ട് അതിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത് ചെയ്താൽ പോലെ ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പൊ തന്നെ ബോഡി ആൾറെഡി അഴുകി തുടങ്ങി, അതിനു മുന്നേ ഇയാളുടെ ശരീരം മാത്രം എടുത്ത് തല കാണിക്കണ്ട, എന്നിട്ട് ഇയാൾ മരിക്കാത്തതുപോലെ നമുക്ക് വരുത്തി തീർക്കാം. അതുപോലെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ മുഖം അറിഞ്ഞു കഴിഞ്ഞാലോ, അതുകൊണ്ട് ഒരു സർജറി എന്ന കത്തിയെടുത്ത് ഹിറ്റ്ലറിന്റെ മുഖത്തിന്റെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ അത് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എന്നിട്ട് അവിടേക്ക് മറ്റൊരാളുടെ സ്കിൻ ഇങ്ങനെ വെക്കാൻ പോകുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇവരുടെ തലവൻ ഹിറ്റ്ലർ മരിച്ചു എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും പോരാട്ടം ചെയ്യുന്നത് വെറുതെ ആവും. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്, ഹിറ്റ്ലർ ഒരിക്കലും മരിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവന്മാർ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ അവിടെ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇവർ പറയും, ഇതൊരിക്കലും ഞങ്ങളുടെ തലവനല്ല, വേറെ ആരുടെയോ ശരീരം കൊണ്ടുവന്ന് ഇതുപോലെ നമ്മളെല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇവർ ഇങ്ങനെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതിനകത്തേക്ക് പുക പോലെ എന്തൊക്കെയോ ബോളുകൾ വന്ന് വീഴുന്നു. വേറെ ഒന്നുമല്ല, ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ഒരു വിഷപ്പുക, അത് ഇപ്പോൾ നമ്മുടെ ടീം ഇവർക്കെതിരെ യൂസ് ചെയ്യാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കി ഇവരെല്ലാവരും മുഖമെല്ലാം മൂടിയിട്ട് തോക്കും എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീമാണെങ്കിലോ പുകയ്ക്കുള്ളിലൂടെ അകത്തേക്ക് കയറി വന്ന് ഇവരെയും ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും ഈ വോൾഫ് ടീമിലുള്ള ഒരുത്തൻ ഈ മൊത്ത ഗോഡൌൺ തകർക്കാന്ന് പറഞ്ഞിട്ട് പെട്രോൾ അടങ്ങിയ ഒരു ബോട്ടിലെടുത്ത് വെളിയിലേക്ക് വന്ന് എറിയാടിനെ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ വോൾഫ് ടീമിലെ ആ ഒരു ക്യാപ്റ്റൻ ഇത് കണ്ട് പെട്ടെന്ന് അവനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കുപ്പിയിൽ ബുള്ളറ്റ് കൊണ്ട് അത് പെട്ടെന്ന് കത്തിപ്പിടിച്ച് ഇപ്പൊ ഈ ഒരു ഗോഡൌൺ പതിയെ ഇങ്ങനെ കത്തുകയാണ്. അപ്പൊ ഈ ഒരു ഫൈറ്റിൽ ഇവരെ സഹായിച്ച ആ ഒരു പോളണ്ടുകാരനുണ്ടല്ലോ, അവനും ബുള്ളറ്റ് കൊണ്ട് പെട്ടെന്ന് മയങ്ങി വീഴാണ്. കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗോഡൌൺ നിന്ന് കത്തുന്നു. നമ്മുടെ ഹീറോയിന്റെ കൂടെയുള്ള വേറൊരുത്തൻ, പിന്നെ തോറുണ്ടല്ലോ, ഇവർക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ആ ഒരു ചർച്ചിനകത്താണെങ്കിൽ വെയർവോൾഫ് ഗ്യാങ്ങിന്റെ ആ ഒരു ലീഡർ മാത്രമേ ഉള്ളൂ. അതേസമയം അകത്തേക്ക് കയറി നമ്മുടെ തോറാണെങ്കിലോ കഴിഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ, നീ കീഴടങ്ങാൻ പറയുമ്പോഴത്തേക്കും ഒളിച്ചിരുന്ന ആ ഒരു ക്യാപ്റ്റൻ പെട്ടെന്ന് എഴുന്നേറ്റി അവന്റെ കയ്യിലുള്ള മെഷീൻ തോക്ക് ഉപയോഗിച്ച് തോറിന് ഷൂട്ട് ചെയ്യുന്നതും തോർ അവിടെ വെച്ച് തന്നെ മരിച്ചു. തോർ എന്തായാലും ജീവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു ലീഡറാണെങ്കിലോ പെട്ടെന്ന് ആ ഒരു ഷെഡിനകത്തുള്ള ഒരു അറയ്ക്കകത്ത് ഹിറ്റ്ലറിന്റെ ശരീരം ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ അതിന്റെ വെളിയിൽ തന്നെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിന്റെ കൂടെ പുതുതായിട്ട് ചേർന്ന് ഒരുത്തനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇനി ഹീറോയിനൊന്നും സംഭവിക്കരുതെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച് വെളിയിലേക്ക് ഒരു ഒറ്റയേറ് കാണിക്കുമ്പോഴത്തേക്കും തോർ എന്തായാലും മരിച്ചിട്ടില്ല. അവൻ മരിക്കുന്നതിന് മുന്നേ ഇവൻ പൂട്ടിവെച്ച ആ ഒരു റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറിയിട്ട് ഈ റൂം തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരുത്തനാണെങ്കിലും പറയുന്നുണ്ട്, ആ ഒരു ശരീരം എങ്ങത്താ നിനക്ക് എന്തായാലും ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ തോർ വേറെ ഒന്നും ചെയ്യുന്നില്ല. തോർ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ ശരീരവും കൊടുക്കത്തില്ല, അതേപോലെ തന്നെ ഇവര് റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് തന്നെ കിടക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിനും ആ ഒരു സോൾജിയറും മാത്രം വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു ചർച്ച് മുഴുവനായിട്ട് ഇങ്ങനെ കത്തിപ്പിടിക്കുകയാണ്. ഇപ്പൊ അത് മൊത്തം കത്തിപ്പിടിച്ച് അവസാനിക്കുമ്പോൾ ഹീറോയും വന്ന് നോക്കുന്ന സമയത്ത് ഹിറ്റ്ലറിന്റെ ശരീരം അതിൽ തന്നെ കത്തി നശിച്ചുപോയി. അതുമല്ല, ഇവർ ഈ ഒരു മിഷൻ നല്ലതുപോലെ തീർക്കാത്തത് കൊണ്ട് ഹീറോയിനെ പിടിച്ചിട്ട് അടിമകളുടെ ഒരു ക്യാമ്പിലിടും. അങ്ങനെ അത് കഴിഞ്ഞ ഒരു 5-6 വർഷം ആ ഒരു ക്യാമ്പിൽ അടിമയായിട്ട് തന്നെയാണ് ഹീറോയിൻ കഴിയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ മുത്തശ്ശിയായല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു മൊട്ടയോട് ഇത്രയും കാര്യങ്ങൾ പറയാണ്. അങ്ങനെ ഈ ഒരു 5-6 വർഷം കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങിയ ഹീറോയിൻ പോളണ്ട് നാട്ടിലേക്കാണ് പോയത്. ഇവരെ സഹായിച്ച ആ ഒരു പോളണ്ടുകാരനുണ്ടല്ലോ അവനെ കാണാൻ വേണ്ടി. അതുമല്ല, അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു അസ്ഥികൂടത്തിന്റെ ഡോളർ ഉണ്ട്, അതാണ് ഈ ഒരു മൊട്ട ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിന് മനസ്സിലായി ഈ മൊട്ട ഇപ്പോ പോളണ്ടിലേക്ക് ചെന്ന് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ പോളണ്ടുകാരൻ, അവനെ കൊന്നതിന് ശേഷം ഈ ഒരു മാല അവിടെ നിന്ന് എടുത്തിട്ട് ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവരിവന്റെ മുഖത്തേക്ക് ഊതിവിട്ട ആ ഒരു പൊടിയുണ്ടല്ലോ അത് ഇപ്പൊ കുറച്ചുകൂടിയുണ്ട്, അതെടുത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ കലക്കി ഇവന് കുടിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കാണ്. എന്നിട്ട് ഇവനോട് പറയും, എന്റെ ഫ്രണ്ട് പോളണ്ടുകാരൻ അവൻ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കബോർഡ് തുറന്ന് ഒരു പെട്ടി പുറത്തേക്ക് എടുക്കും. തുറന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പെട്ടിക്കകത്ത് അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്ത ഹിറ്റ്ലറിന്റെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ അതിരിപ്പുണ്ട്. അങ്ങനെ അതുകൂടി പറയുന്നതും ഈ ഒരു വെള്ളം കുടിച്ച അവനാണെങ്കിലോ അത് വിഷമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പതിയെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ എന്റെ വീട്ടിലേക്ക് ഒരു കള്ളം കയറി, എന്തോ അവൻ കുടിച്ചിട്ട് വന്നു, പക്ഷേ അവൻ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.